വരുന്ന വിവരം പാകിസ്ഥാനിലെ സിയാൽകോട്ട് ജില്ലയിലെ ലൂണിയയിലുള്ള തീവ്രവാദ ലോഞ്ച് പാഡ് BSF തകർത്തു എന്നുള്ള വാർത്തയാണ്. അതുപോലെ പാർലമെൻറ്റ് പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയെന്നും ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രീനഗറിൽ നിന്ന് നമുക്കിപ്പം ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? ഈ ജനവാസ കേന്ദ്രങ്ങളിലുള്ള ഷെല്ലാക്രമണം നിലച്ചോ? പാകിസ്ഥാൻ്റെ അതിസാഹസ കർമ്മങ്ങൾക്ക് അവസാനമായോ? SKN ഇപ്പോൾ പുതിയതായി കഴിഞ്ഞ മണിക്കൂറിൽ ഇത്തരത്തിലുള്ള പുതിയ ഷെല്ലാക്രമണത്തിന്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പൂഞ്ചിലും രജോരിയിലും ഒപ്പം തന്നെ ഈ കുപ്വാര അടക്കമുള്ള മേഖലകളിൽ പുതിയ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കടുത്ത ജാഗ്രത ഇന്ത്യൻ സൈന്യം തുടരുകയാണ് ഈ മേഖലയിൽ. അതേസമയം ജമ്മു കശ്മീരിൽ കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ ഒപ്പം തന്നെ തകർന്നു വീണ പാകിസ്ഥാൻ വിമാനത്തിന്റെ കൂടാതെ ഈ മറ്റ് മിസൈലുകളുടെ മറ്റുമായ ഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ സുരക്ഷാ ഏജൻസികൾ കൃത്യമായി തന്നെ ശേഖരിക്കുകയും ഈ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം SKN ഇന്നലെയാണ് ജമ്മു കശ്മീരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ഞായറാഴ്ച വരെയായിരുന്നു ഈ അടച്ചിടൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇപ്പോൾ നാടുകളിലേക്ക് മടങ്ങുകയാണ്. ആവശ്യമായ സുരക്ഷ ഇവർക്ക് നിലവിൽ ഇപ്പോൾ ഈ ഹോസ്റ്റലുകളിലും മറ്റും ഒരുക്കിയിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ആകാശത്തുണ്ടായ ശബ്ദങ്ങൾ, അത് പാക് ഡ്രോണുകളെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ശബ്ദങ്ങൾ, ഒപ്പം തന്നെ രാവിലെ ശ്രീനഗറിലുണ്ടായ ഈ സ്ഫോടന ശബ്ദങ്ങൾ, ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികളെ നേരിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടാതെ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ നാടുകളിലേക്ക് കേരളത്തിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ശ്രീനഗർ NIT ഒപ്പം തന്നെ ശ്രീനഗർ NIFT അടക്കമുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അവർക്ക് അവർ ഏറ്റവും സുരക്ഷിതരാണ് ഇവിടെയെന്നും സുരക്ഷ ഒരുക്കാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു ഉന്നതതല യോഗം വൈസ് ചാൻസലർമാരുടെയും സ്ഥാപന മേധാവികളുടേതുമായി നടത്തിയിരുന്നു. ഇതിൽ സുരക്ഷാ അവലോകനം ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കർശനമായ സുരക്ഷ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എങ്കിലും മടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ചിലർ മടങ്ങുന്നുണ്ട്. അവർ ജമ്മു മാർഗം കേരളത്തിലേക്ക് തിരിക്കാനാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.